ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. നവംബർ 23-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തേത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് ആയിട്ടുള്ള നോവ എന്ന് പറയുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ആക്ച്വലി ഇത് കേരളത്തിൽ നിന്നുള്ള പുനലൂരിൽ നിന്നുള്ള ഒരു വാർത്തയാണ് എന്നുകൂടെ നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ എന്താണ് ഈ നോവ എന്നുള്ള പേര് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ആക്ച്വലി നോവ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ഇതൊരു കേരളത്തിലെ പുനലൂരിലുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വിവിധ ഭാഷകൾ സംസാരിക്കാൻ വേണ്ടി പറ്റും. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത ഭാഷ ഈ ഒരു റോബോട്ടിന് സംസാരിക്കാൻ പറ്റും. ഇത് GPT-4 എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ തന്നെ ഓപ്പൺ AI-യുടെ GPT-4 എന്ന് പറയുന്ന വേർഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നതായിട്ടുള്ളത്. ഇതിന് ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോസ് ഒക്കെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ഇതിനെ പ്രൊജക്ടറുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഉത്തരങ്ങളും മറ്റുമൊക്കെ സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇത് കുട്ടികളുടെ ലാംഗ്വേജ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും കുട്ടികളെ വ്യത്യസ്ത ഭാഷകളിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും നമ്മളൊരു ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ അത് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരിക. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരത്തിൽ സംസാരിച്ച് പഠിക്കാനും ഒക്കെ ഒരു കോൺവെർസേഷൻ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നോവയെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നോവ എന്നുള്ള പേര് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷൻസിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളെയും കോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത, ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ G20 സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള എഡിറ്റോറിയൽ ആർട്ടിക്കിളാണ്. എന്താണ് G20 സമ്മിറ്റിലെ ഡിസ്കഷൻ നടന്നത്, പ്രധാനപ്പെട്ട ഔട്ട്കംസ് എന്തായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ G20 സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഗ്ലോബൽ ഹങ്കർ, ലോകത്ത് മൊത്തമുള്ള പട്ടിണി, പോവർട്ടി, ദാരിദ്ര്യം, അതുപോലെ ക്ലൈമറ്റ് ജസ്റ്റിസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലാണ് പ്രധാനപ്പെട്ട ഡിസ്കഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ ബ്രസീൽ ഇത്തരത്തിലുള്ള ഈ ഒരു തേർഡ് G20 ഹോസ്റ്റർ ആണ് ഒരു ഗ്ലോബൽ സൗത്ത് കൺട്രി എന്നുകൂടി ഓർത്തു വെക്കണം. നേരത്തെ ഇന്തോനേഷ്യയും നേരത്തെ ഇന്ത്യയുമാണ് ഈ ഒരു സൗത്ത് കൺട്രീസ്, അതായത് ഗ്ലോബൽ സൗത്തിലെ അംഗങ്ങളായിട്ടുള്ള കൺട്രീസ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്തോനേഷ്യയും ഇന്ത്യയുമാണ്. കഴിഞ്ഞ വർഷമായിരുന്നു ഇന്ത്യ. ബ്രസീൽ ഈ വർഷം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കാം. അടുത്തത് സൗത്ത് ആഫ്രിക്കയിലാണ് എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ പ്രസിഡന്റ് ലുലുവ ദ സിൽവ അദ്ദേഹം പോവർട്ടിയെ ഒരു സ്കൗജ് ആണെന്ന് പറയുകയും ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും വെൽത്ത് ടാക്സ് ഇമ്പോസ് ചെയ്യണം, പ്രത്യേകിച്ച് സൂപ്പർ റിച്ച് ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ, വളരെ അതിസമ്പന്നരായിട്ടുള്ള വ്യക്തികൾക്കിടയിൽ 2% വെൽത്ത് ടാക്സ് ഇമ്പോസ് ചെയ്യണമെന്നും അതുവഴി ഏകദേശം $200 ബില്യൺ സ്വരൂപിക്കണം പോവർട്ടി അലവിയേഷന് വേണ്ടി എന്നുള്ള ഒരു ആവശ്യമാണ് ഇവിടെ ബ്രസീലിയൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അപ്പോൾ G20 ഡിക്ലറേഷനിൽ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല, വെൽത്ത് ടാക്സ് പ്രപ്പോസൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഓർക്കുക. കാരണം ഈ ഒരു ഗ്ലോബൽ പോവർട്ടിയെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആക്ഷൻസ് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് ഓർക്കുക. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്ലോബൽ സൗത്ത് നേരിടുന്ന ചാലഞ്ചസിലെ ഗ്ലോബൽ ഇഷ്യൂസ്, പല ഗ്ലോബൽ ഇഷ്യൂസും ഗ്ലോബൽ ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുകയും പ്രത്യേകിച്ചും ഈ ഒരു രാജ്യങ്ങളിലൊക്കെയാണ് ലോകത്തിന്റെ ഭൂരിഭാഗം പോപ്പുലേഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ആവശ്യം, ഗ്ലോബൽ സൗത്തിന്റെ ആവശ്യം നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ എമർജിംഗ് എക്കണോമീസിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഗ്ലോബൽ ഇഷ്യൂസിനിടയിൽ ഗ്ലോബൽ ട്രേഡ് ഒക്കെ ഡിസ്റ്റോർട്ടഡ് ആയി പോകുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റും അതുപോലെ തന്നെ റഷ്യ ഇൻവാഷൻ ഓൺ ഉക്രൈനും ഒക്കെ തന്നെ ഓവറോൾ വേൾഡിൽ ആ ഒരു ഗ്ലോബൽ ട്രേഡിനെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇതെല്ലാം എമർജിംഗ് എക്കണോമീസിനെ ബാധിക്കുന്നുണ്ടെന്നും അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്നും G20 മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ G20 ഡിക്ലറേഷൻ ഒരു ഡീപ്പ് കൺസേൺ ആണ് ഈ ഒരു ഗാസയിലെ ഹ്യൂമാനിറ്റേറിയൻ സിറ്റുവേഷന് മേലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോൺഫ്ലിക്ട്സിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഒന്നും തന്നെ G20 സമ്മിറ്റിൽ പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്നുകൂടി ഓർത്തു വെക്കണം തന്നെ. അതിനിടയിൽ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ വന്നെങ്കിൽ പോലും COP29 അസർബൈജാനിലെ ബക്കൂവിൽ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ അതിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ
അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല. COP ഇൻ പ്രോസസ്സിലായതുകൊണ്ട് അതിൽ അഡ്രസ്സ് ചെയ്യും. ഈ രാജ്യങ്ങളൊക്കെ തന്നെ അതിലുണ്ട്, അതിൽ അഡ്രസ്സ് ചെയ്യും എന്ന രീതിയിലാണ് പറഞ്ഞത്. യുഎസിന്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു. യുഎസിന്റെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കമ്മിറ്റ്മെന്റുകളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ള കൺസേൺസും മറ്റുമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ക്ലൈമറ്റ് ചേഞ്ച് ഒരു പറ്റിപ്പാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത്തരത്തിലുള്ള പോളിസികളോട്, ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യുന്ന പോളിസികളോട് അദ്ദേഹം അധികം അനുകൂല സ്റ്റാൻഡിലല്ല. അതുകൊണ്ട് തന്നെ G20 സമ്മിറ്റിൽ ചെറിയൊരു കൺസേൺ, പ്രത്യേകിച്ചും ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാവുമോ എന്നുള്ള ഒരു കൺസേൺ കൂടെ നിലനിന്നിരുന്നു എന്നുകൂടി ഓർത്തു വെക്കുക. പക്ഷേ ഗ്ലോബൽ സൗത്ത് കൺട്രീസ് എല്ലാം തന്നെ, ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക എല്ലാം തന്നെ അവരെല്ലാവരും ഒന്നിച്ചു ചേർന്നിരിക്കുകയും G20 സമ്മിറ്റ് ആ ഒരു വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പോവർട്ടി, ഹങ്കർ, ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ ഗവേണൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതിനി തുടരുകയും ചെയ്യുമെന്നുള്ളതാണ്. അടുത്ത G20 സമ്മിറ്റ് 2026 അടുത്ത 2025 സൗത്ത് ആഫ്രിക്ക, അതിനുശേഷം 2026 US ആണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ അതിൽ കുറെ കൂടി അർജന്റ് ആയിട്ടുള്ള ഡെഡ് ലൈനുകളും മറ്റുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചും ഒക്കെ ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോമർ ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ MK നാരായണൻ, അദ്ദേഹം നമ്മുടെ രാജ്യം നേരിടുന്ന എക്സ്ട്രീമിസ്റ്റ് വയലൻസിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന കോൺഫ്ലിക്റ്റുകളെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യം എന്താണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് എന്നതൊക്കെയാണ് പറയുന്നതായിട്ടുള്ളത്. റീസെന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു സ്റ്റഡി, അതായത് റാൻഡ് സ്റ്റഡി നടന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.